Hello everyone, welcome to CarX. നമ്മൾ ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെഹിക്കിളുമായിട്ടാണ് വന്നേക്കുന്നത്, മാരുതി സുസുക്കി ജിംനി. അപ്പം നമുക്ക് ജിംനിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യമേ തന്നെ ജിംനിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 53 വർഷത്തെ ഒരു ലെഗസി ഉള്ള ഒരു വെഹിക്കിളാണ് ജിംനി. ഓൾ ഓവർ ഒരു 194 കൺട്രീസിൽ ആയിട്ട് തന്നെ ഒരു 3 കോടിയിലധികം വെഹിക്കിൾസ് മാർക്കറ്റിലുണ്ട്. അതാണ് ജിംനിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ട ഒരു വലിയൊരു കാര്യം. അപ്പം ഡിസൈൻ എലമെന്റ്സിലേക്ക് നമുക്ക് പോകുമ്പം അതൊരു പ്രോപ്പർ ഒരു SUV ആണ്. ഓഫ് റോഡിങ് ആൻഡ് ഓൺ റോഡും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർ SUV ആണ്. ആ ഒരു സ്റ്റാൻസിലാണ് ഇതിന്റെ ഡിസൈൻ വന്നേക്കുന്നത്. ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കിനും നല്ല അപ്രൈറ്റ് ആയിട്ടൊരു പൊസിഷനിൽ വരുന്ന ഒരു ബോണറ്റ് ആണ് വന്നേക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷൻ തന്നെ നോക്കുകയാണെങ്കിൽ എന്റെ ഈ ഒരു ലെവലിലുണ്ട് ഇതിന്റെ ഒരു ബോണറ്റ് ലെവൽ വന്നേക്കുന്നത്. ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും ഹെഡ് ലാംപ്സ് വന്നിട്ട് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. പ്രൊജക്ടർ LED ആണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ ഒരു റൗണ്ടഡ് ഷേപ്പാണ്. ഹെഡ് ലാംപ്സ് ആ ഒരു റൗണ്ട് ഷേപ്പാണ് വന്നിരിക്കുന്നത്. ഗ്രിൽസ് വന്നിട്ട് നമുക്കൊരു 5 സ്ലാറ്റുകളായിട്ട് ഈ ഒരു രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ചെറിയൊരു ഹണികോം ഷെയ്ഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിൽവർ ഫിനിഷും അതിൻ്റെ ഒരു ചുറ്റിനുള്ള ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ബമ്പറിലേക്ക് വരുമ്പോഴത്തേക്കിനും ഈ ഒരു റഫ് ലുക്ക് വരുന്ന രീതിയിലുള്ള ഒരു ബമ്പറാണ് വന്നിരിക്കുന്നത്. അത് ബോഡി കളേർഡ് അല്ല, ഇതാണ് അതിൻ്റെ ഒരു വണ്ടി. ഇതൊരു SUV ആണല്ലോ. SUV ആകുമ്പോഴത്തേക്കിനും ആ ഒരു റഫ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ കമ്പനി കൊടുത്തേക്കുന്ന ആ ഒരു രീതിയിലാണ്. ബോഡി കളേർഡ് വന്നു കഴിഞ്ഞാലും കൂടുതൽ നമ്മളിപ്പോൾ ഓഫ് റോഡിങ് ഒക്കെ പോകുന്ന സമയത്തും ഒക്കെ ഈ ഒരു ഷെയ്ഡ് ആകുമ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ കുറച്ചുകൂടെ ബെറ്ററും ആണ്, കൺവീനിയൻറ്റും ആണ്. പിന്നെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട് നമുക്കിവിടെ. പിന്നെ സ്പെഷ്യലി പറയേണ്ട എടുത്തൊരു കാര്യം പറയേണ്ടത് നമ്മുടെ ഹെഡ് ലാമ്പ് വാഷർ വരുന്നുണ്ട് ഇവിടെ. പിന്നെ വേണ്ട ഇവിടെ നമുക്കൊരു എയർ ഡാം വരുന്നുണ്ട്. എയർ ഡാം വന്നിട്ടും ഒരു ഹണി കോംബ് ആ ഒരു ഫിനിഷിലാണ് വന്നേക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ ഫ്രണ്ട് ഡിസൈൻ പറയാനുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന ഈ വെഹിക്കിൾ സുസുക്കി ജിംനിയുടെ ഈ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, ആൽഫ വേരിയന്റ് ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. 2 വേരിയന്റ് ഉണ്ട്, ആൽഫയും സീറ്റയാണ്. സീറ്റ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണ്. ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് ടോപ്പ് എൻഡ് വേരിയന്റ്. ഇനി നമുക്ക് നേരെ സൈഡ് ഡിസൈനിലേക്ക് പോവാം. ഓക്കെ, ഇതിന്റെ സൈഡ് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് പെട്ടെന്ന് കാണാൻ ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു വീൽ ആർച്ചസ് ആണ്. അതായത് ഇത് നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്ന ഈ ഒരു ഫെൻഡർ ഒക്കെ വരുന്ന ഈ ഒരു ബോഡി കളർഡ് അല്ലാത്തത് കൊണ്ട് നമുക്കത് ഈ പറഞ്ഞ പോലുള്ള മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എളുപ്പമാണ്. അത് നമുക്ക് ബോഡി കളർഡ് അല്ലാതെ വരുന്നതുകൊണ്ട് ഫൈബർ ആ ഒരു കളറിൽ തന്നെ അത് കൊടുത്തേക്കുന്നത്. പിന്നെ വീൽ സൈസ് വരുമ്പോഴത്തേക്കിനും 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് വണ്ടിയിൽ വരുന്നത്. സൈഡ് മിറേഴ്സ് വരുന്നത് ബ്ലാക്ക് കളറാണ്. പിന്നെ നമ്മുടെ റൂഫ് വരുന്നത് ബ്ലാക്ക് ആണ്. ഡുവൽ ടോൺ ആണ്. ഈ കൈനറ്റിക് യെല്ലോ എന്ന് പറയുന്ന കളറാണ് നമ്മുടെ ഈ വെഹിക്കിളിന് വന്നേക്കുന്നത്. ഇതിൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഡ്യുവൽ ടോൺ കളേഴ്സ് ആണ് വരുന്നത്. ബ്ലാക്കും ഈ ഒരു കൈനറ്റിക് യെല്ലോ കളറും. റൂഫ് വന്നിട്ട് ബ്ലാക്ക്. ടോപ്പ് എൻഡ് മാത്രമാണ് നമുക്ക് ഈ കൈനറ്റിക് യെല്ലോ വരുന്നത്. തൊട്ട് താഴോട്ടുള്ള വേരിയൻസിന് പിന്നെ ഈ കളർ വരുന്നില്ല. ഇത് ടോപ്പ് എൻഡ് മോഡൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രിപ്പ് റെയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഈ ഭാഗത്തോട്ട് കാണിച്ചാൽ ഇവിടെ ഒരു ഡ്രിപ്പ് റെയിൽ വരുന്നുണ്ട്. ഈ ഡ്രിപ്പ് റെയിലിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് മഴ സമയത്തൊക്കെ ഇതിലേക്കൂടെ അങ്ങ് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ വെള്ളം ഒന്നും വീണ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഈ ഡ്രിപ്പ് റെയിലിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ജീവാനിലും ഒക്കെ ഉണ്ട്. ഇത് ബേബി ജീവാൻ എന്നാണല്ലോ ഇതിന് പൊതുവെ അറിയപ്പെടുന്നത് ജിംനി. പിന്നെ നമുക്ക് സൈഡ് ഡിസൈനിൽ വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇത് ടിൻഡഡ് ആണ് നമുക്ക് ഈ ഗ്ലാസ് വരുന്നത്. നമ്മുടെ ഗ്ലാസ് മൊത്തം അത് ഈ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, അതിനാണ് ടിൻഡഡ് ഗ്ലാസ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. അത് നമുക്ക് അകത്തോട്ട് കയറാൻ കീലെസ് എൻട്രി ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇതിന്റെ കീ. അതിന്റെ റിക്വസ്റ്റ് സെൻസർ ആണ് ഈ കാണുന്നത്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടാണ് നമ്മുടെ
ആ ഒരു 5 ഡോറിന്റെ സെക്ഷൻ രണ്ട് ഇവിടാണ് വരുന്നത്. ഇവിടെ പക്ഷെ ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തിരിക്കുമ്പോൾ അത്രയും കൂടെ നല്ല ഒരു എയറി ഫീൽ കിട്ടുകയും ചെയ്യും. ഇത്രയും ഗ്ലാസ് ഇങ്ങനെ വരുന്നുണ്ട്, ഗ്ലാസ് പോർഷൻ വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു ക്വാർട്ടർ ഗ്ലാസ് വന്നിട്ടുണ്ട് ബാക്കിൽ. അത് ഫ്യൂവൽ ക്യാപ്പ് കാര്യങ്ങളുമാണ്. പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് നമുക്ക് 210 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഇതിന്റെ വീൽ ബേസിലാണല്ലോ മെയിൻ കാരണം വീൽ ബേസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്റീരിയറിൽ ഇത്രയും സ്പേസ് കിട്ടുന്നത്. 2590 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. കണ്ടല്ലേ, നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത്ര ഒരു വീൽ ബേസ് വരുന്നത് കറക്റ്റ് 4 മീറ്ററിന് തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. മില്ലിമീറ്റർ പറയുമ്പോഴത്തേക്കിനും 2590 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വീൽ ബേസ്. ഈ വീലും ഈ ഒരു ബോഡിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് ചേർന്നല്ല വീല് തമ്മിൽ നിൽക്കുന്നത്. ഇതാണ് അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത്, 36 ഡിഗ്രി എന്ന് പറയുന്നത്. ഡിപ്പാർച്ചർ ആംഗിൾ ആണ്. ആൻഡ് ഇവിടാണ് ഈ ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു ആംഗിൾ ഉണ്ടോ, ഇതാണ് 47 ഡിഗ്രി എന്ന് പറയുന്നത്. കുറവാണ് ഇത്, കാരണം ഈ കുറവാകുമ്പോൾ തോറും നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഒബ്സ്റ്റക്കിളിലൊക്കെ കയറി പോകാനൊക്കെ നല്ല ഇതായിരിക്കും, സ്മൂത്തായിരിക്കും. പിന്നെ മെയിനായിട്ട് കണ്ട് ഈ വീൽ ട്രാവൽ, ഇത് കണ്ട് ഈ ഒരു നല്ല വീൽ ട്രാവലാണ്. അതുകൊണ്ട് നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് വെഹിക്കിൾ നല്ല ഫ്ലെക്സ് ചെയ്ത് പോകുമ്പോഴൊക്കെ ഈ ഒരു വീൽ ട്രാവൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അതുമൊക്കെ നമുക്ക് ഓഫ് റോഡിങ് പർപ്പസ് വൈസ് ഉള്ള ഗുണങ്ങളാണ്, ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്സുകളാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇത്രയാണ് സൈഡ് ഡിസൈനിനുള്ളത് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ ബാക്കിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം ജിമിനിയുടെ നമുക്ക് റിയർ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേന് ആദ്യം പറയേണ്ടതാണ് നമ്മുടെ ഈ ഫ്ലെക്സിബിൾ ആന്റിനയാണ്. ഇതൊരു സൈഡിൽ മൗണ്ട് ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ വണ്ടിക്കും എപ്പോഴും സെന്ററിലൊക്കെ ആയിരിക്കുമല്ലോ, ഇതൊരു സൈഡിൽ കൊടുത്തേക്കുന്ന കൊള്ളാം. പിന്നെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ടും ആരും വന്ന് പിടിച്ചു പറിക്കുന്നൊന്നുമില്ല, ഒടിഞ്ഞു പോകാനുള്ള ചാൻസും വളരെ കുറവാണ്. യെസ്, പിന്നെ ബാക്ക് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഗ്ലാസ്സിൽ ഡിഫോർഗർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷർ വരുന്നുണ്ട്, റിയർ വൈപ്പർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ സ്പെയർ വീല് നമുക്ക് ഈ രീതിയിലാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്ക് ഡിസൈനിൽ വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. പിന്നെ ക്യാമറ ഇവിടെ ആണ് വരുന്നത്. പിന്നെ സെൻസേഴ്സും ഇവിടെ വരുന്നുണ്ട്. 2 സെൻസേഴ്സ് അവിടെ കൊടുക്കും, 4 സെൻസേഴ്സ് ഉണ്ട് കേട്ടോ. അവിടെയാണ് ടെയിൽ ലാംപ്സ് വരുന്നത്. ടെയിൽ ലാമ്പ് യൂണിറ്റും ഈ ബമ്പറിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഓവറോൾ ബാക്കിലത്തെ ഡിസൈൻ എന്ന് പറയാൻ പക്ക ബോക്സിയാണ്. അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത. SUV സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ബോക്സി ആണല്ലോ ഇഷ്ടപ്പെടുന്നത്. പക്ക ബോക്സി ഒരു ഡിസൈൻ ആണ്. അത് അവർ വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട് നല്ല രീതിയിൽ. 5 ഡോർ ആക്കിയപ്പോഴത്തേക്കും നമുക്ക് എങ്ങും അങ്ങനെ ഒരു ആ ഡിസൈനിലൊരു ഇത് വന്നില്ല. കാരണം പുറത്തുള്ളത് 3 ഡോർ മാത്രമാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ അത് 5 ഡോർ വന്നപ്പോഴത്തേനും ആ ഒരു എങ്ങും ഒരു എന്താ പറയുന്ന ആ ഒരു ഡിസൈനിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ ക്ലെവറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യാം. യെസ്, ഇത് കണ്ടോ, ഇതൊരു ഹൈഡ്രോളിക് സ്റ്റഡ്സ് ഇവിടെ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ പിടിച്ചോണ്ട് വെക്കണ്ട, തന്നെ ഇത് അങ്ങ് ഓപ്പൺ ആയിക്കോളും. യെസ്, 211 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇത്രയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഒരു നല്ലൊരു ഫാമിലിക്ക് ഒരു 2-3 പെട്ടിയൊക്കെ അത്യാവശ്യം വെക്കാവുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ വേണ്ട വേറൊരു കാര്യം ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ 2 പോയിന്റിൽ ഇതിന്റെ റിക്ലൈൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം സീറ്റ്. അതുകൊണ്ട് നമുക്കിപ്പോ ഈ ഒരു പോയിന്റിൽ ഇടുവാണെങ്കിൽ ഇത്രയും കൂടെ സ്പേസ് കിട്ടുകയും ചെയ്യും. അപ്പൊ തന്നെ എനിക്ക് ഈ 219 വിട്ടു, അതായത് 219 ലിറ്റർ ആകും. അത്രയും കൂടെ കുറച്ചുകൂടെ അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും കിട്ടും. പിന്നെ ഇവിടെ നമുക്കൊരു ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെറിയ മിനി ഫ്രിഡ്ജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരോട് 12 വോൾട്ട് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. യെസ്, ഇത്രയാണ് ബാക്കിലത്തെ ഡിസൈന്. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് പോകാം. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ജിമിനിയുടെ ഇന്റീരിയർ. ഒരു മിനിറ്റ്, ഞാൻ ഈ മ്യൂസിക് ഒക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. യെസ്, ഇന്റീരിയർ പറയുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു പറയാനുള്ളത് പക്ക ഇന്റീരിയറിലും ഒരു റഫ് ആൻഡ് ടഫ് ലുക്ക് തന്നെയാണ് നമ്മുടെ ജിമിനിക്ക് ഇന്റീരിയറിലും കൊടുത്തേക്കുന്നത്. നല്ല ഹൈ റൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡാഷ്ബോർഡാണ് മൊത്തത്തില്. നമുക്ക് ആ ഡാഷ്ബോർഡ് നല്ല അങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് വ്യൂവോ അങ്ങനെ കാര്യങ്ങൾ കട്ടാവുകയൊന്നുമില്ല. പക്ക നല്ല പൊസിഷൻ തന്നെയാണ് ഡാഷ്ബോർഡ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിന്റെ ഒരു വലിയ പ്രത്യേകത, ഇത് സ്ക്രാച്ച് ഫ്രീ ആണ്. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്താലും സ്ക്രാച്ച് ആവത്തൊന്നുമില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ AC കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ്. ഇവിടെ വരുമ്പോഴത്തേക്കിന് ഈ ഒരു
ചെറിയൊരു 2 AC വെന്റ്സുകൾ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാനുണ്ട് ഇവിടുത്തെ ഈ ഒരു ഇത് ക്ലൈമട്രോണിക് AC ആണ്. ഈ ഒരു കൺസോൾ എല്ലാം വന്നേക്കുന്നത് വളരെ ആ ഒരു കണ്ടോ ഇവിടുത്തെ ഒരു ഡിസൈൻ നേച്ചർ ഒക്കെ ഉണ്ടോ, വളരെ ആ ഒരു റഫ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു SUV അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് അത് വേണമല്ലോ, നമ്മളൊരു നോർമൽ കാറിൽ കയറുന്ന പോലെ അല്ലല്ലോ. പിന്നെ ഇത് നമുക്ക് ഫോർ വീൽ ഡ്രൈവ് വെഹിക്കിളും കൂടെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ടെറൈനിലും നമ്മൾ 4 വീലിൽ പോകുന്ന സമയത്ത് നമ്മൾ എല്ലാ ടെറൈനിലും പോകും. ഇപ്പം വാട്ടർ വേഡ് ചെയ്ത് പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് കമ്പനി ഈ രീതിയിലൊരു റഫ് ഫിനിഷ് കൊടുത്തേക്കുന്നത്. അല്ല വേറൊരു ഗ്ലോസി ഫിനിഷിലേക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർപ്പസ് നമുക്ക് നടക്കത്തില്ല. അപ്പൊ അതും കൂടെ കമ്പനി വളരെ ആലോചിച്ചിട്ടാണ് ആ രീതിയിൽ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഒരു 9 ഇഞ്ച് ഒരു ഡിസ്പ്ലേ ഇവിടെ വരുന്നുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ വണ്ടിയുടെ ആവറേജ് ഫ്യൂവല് കാര്യങ്ങൾ, റേഞ്ച്, ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഫോൺ കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. പിന്നെ ആർക്കെമിസിന്റെ സിസ്റ്റമാണ് വരുന്നത്, 4 സ്പീക്കർ സിസ്റ്റമാണ്. അത് നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ആർക്കെമിസ് ആണല്ലോ, അതുകൊണ്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. നല്ല ഗുഡ് ക്വാളിറ്റി ആണ് സൗണ്ടിനാണെങ്കിലും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ മാരുതിയില് പൊതുവെ കാണുന്ന ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആണ്, കാര്യങ്ങളൊക്കെയാണ്. നല്ല സ്റ്റിയറിംഗ് നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല പിടിക്കാനൊക്കെ നല്ല ഗ്രിപ്പ് ഉണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് മീഡിയ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ടെലിഫോണിക് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, അതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ആണ്. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ മീറ്റർ കൺസോൾ. ഈ മീറ്റർ കൺസോൾ കാണുമ്പോൾ നമുക്കൊരു മുൻപരിചയം തോന്നാം. അത് നമ്മുടെ വേറെ ഒന്നുമല്ല, ഈ ജിപ്സിയുടെ മീറ്റർ കൺസോളിന് ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അതാണ് ആ രീതിയിലാണ്. ഇപ്പൊ ഇതിനകത്ത് നമുക്കൊരു ചെറിയൊരു TFT സ്ക്രീൻ കാണാം. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആവറേജ് ഫ്യൂവല്, റേഞ്ച് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ മീറ്റർ കൺസോളിനകത്ത് പറയാനുള്ളത്. പിന്നെ നമുക്ക് വന്നിട്ട് ഇവിടെ ഹിൽ ഡിസൈൻ കൺട്രോള്, ട്രാക്ഷന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടാണ് പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നത്. ഫ്രണ്ടിലത്തെ പവർ വിൻഡോ സ്വിച്ചസ് വരുന്നത് നമുക്ക് ഇവിടാണ്. ഇത് ഡ്രൈവർ സൈഡിൽ വരുന്ന ഓട്ടോ ഡൗണും ഓട്ടോ അപ്പും പിന്നെ ആന്റി പിഞ്ചും ഉണ്ട്. ആന്റി പിഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇങ്ങനെ വന്നിട്ട് കൈ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന ഒരു ഇതാണ് ആന്റി പിഞ്ച്. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഗ്ലൗ ബോക്സ്, ഫ്രണ്ടിലത്തെ ഗ്ലൗ ബോക്സ് ഇത് ഇത്രയാണ് വരുന്നത്. ഇവിടെ ഒരു നമുക്ക് ഫോണോ അല്ലെങ്കിൽ കീയോ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഗിയർ ലിവർ, ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, 2 L എന്ന് പറയുന്നത് ലോ ഗിയർ ആണ്. നമുക്ക് നല്ല സ്റ്റീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ കയറുമ്പോഴത്തേക്കും ഫസ്റ്റ് ഗിയർ ഇടുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് ഡ്രൈവ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മുടെ മെയിൻ ആശാനിരിക്കുന്നത്, ഇതാണ് കുട്ടി ലിവർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, ഇത് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ ആണ്. കുട്ടി ലിവർ എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീൽ ഡ്രൈവ് ട്രാൻസ്ഫർ കേസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫോർ വീൽ മോഡിലേക്കൊക്കെ മാറ്റാനും ഒക്കെ ഈ ഒരു ലിവറാണ്. ഇതിനകത്ത് 2H, 4H, 4L. 4L എന്ന് പറയുന്നതാണ് ഏറ്റവും ക്രൗൾ ചെയ്ത് കയറി പോകുന്നത്, അതായത് ഏറ്റവും ലോ സ്പീഡിൽ പതിയെ കയറി പോകുന്നതാണ്. അതായത് അത്രയും സ്റ്റീപ്പറായിട്ടുള്ള ടെറൈനിലോട്ടൊക്കെ പോകുമ്പോഴാണ് നമുക്ക് 4Lന്റെ ആവശ്യം വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് ബാക്കിലത്തേത് ഇവിടെ പവർ വിൻഡോയുടെ സ്വിച്ചസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു 2 ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്, കണ്ടോ? യെസ്, അത്രയാണ്. പിന്നെ മെയിൻ ആയിട്ടും പറയേണ്ട ഒരു കാര്യം ഇതിന്റെ സീറ്റിംഗ് ആണ്. ഒരു രക്ഷയില്ല സീറ്റിംഗ്. അത് ഒരു കമാൻഡിങ് പൊസിഷൻ തന്നെയാണ് ഇതിന്റെ സീറ്റിംഗ് തരുന്നത്. ആ ഒരു സീറ്റിംഗ് വളരെ കംഫർട്ടബിളും ആണ്. ഈ ഒരു സീറ്റ് ഈ സീറ്റിലേക്ക് കാണിച്ചേ, സീറ്റ് കണ്ടോ? സീറ്റ് നല്ല, ഈ ഒരു സൈഡൊക്കെ നല്ല ബോൾസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ട്, നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ എന്റെ ഒരു സൈസ് വെച്ച് നോക്കിക്കേതാണ്ട് അപ്പുറത്തിരിക്കുന്നവർ ഒന്നും ഇടിക്കത്തൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഇരിക്കുന്നത്. നല്ല ഒരു സീറ്റിംഗ് പൊസിഷൻ ആണ് ഈ വണ്ടി തരുന്നത്. ഇനി നമുക്ക് റിയർ സീറ്റിലേക്ക് പോവാം. ഫ്രണ്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓവറോൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, റീഡിങ് ലൈറ്റ്സ്. ഇവിടെ നമുക്ക് മിറർ വരുന്നുണ്ട്. പിന്നെ ഇത് നോർമൽ ആണ് വരുന്നത്. ഇനി ഈ വണ്ടിയിൽ നമുക്ക് ഒരുപാട് അങ്ങനെ ഇതിനകത്ത് ആവശ്യത്തിലധികം ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ വേറെ വെഹിക്കിൾസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒത്തിരി ഫീച്ചേഴ്സ് കുത്തിയിറക്കാൻ, കാരണം ഈ വണ്ടി അങ്ങനത്തെ ഒരു വണ്ടിയാണല്ലോ, നമുക്ക് ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആണ്. ഇതിനകത്ത് പിന്നെ ഓഫ് റോഡിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കും, ഒരേപോലെ എല്ലാം നടക്കുന്ന ഒരു
പർപ്പസ് ഉള്ള ഒരു വെഹിക്കിൾ ആണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് നല്ല ഗിമിക്സ് ആയിട്ടുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഒന്നും അവർ കൊണ്ടുവന്ന്, അത് പൊതുവെ ഇങ്ങനൊരു വണ്ടികൾക്ക് ഇതാണ് ബെറ്റർ. നമുക്ക് കൺവീനിയന്റും അതാണ്. കാരണം ഓഫ് റോഡിംഗ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഫീച്ചേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾക്ക് ഇത് തന്നെയാണ് ബെറ്റർ. അപ്പൊ നമുക്ക് ബാക്ക് സീറ്റിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയാനുണ്ട്. ഈ വണ്ടിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. കട്ടൺ എയർ ബാഗ്, ഫ്രണ്ടില് 2 എയർ ബാഗ്, അങ്ങനെ മൊത്തം 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെന്റ് കൺട്രോള്, ESP, ABS, EBD, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ അപ്രോച്ച് ആംഗിൾ വരുന്നത് ഓഫ് റോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത് 36 ഡിഗ്രിയേ ഉള്ളൂ. അതുപോലെ തന്നെ ഡിപ്പാർച്ചർ ആംഗിൾ ആണെങ്കിലും വന്നിട്ട് 47 ഡിഗ്രി. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ചെറിയ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വരുമ്പോൾ അതിൽ ക്ലൈംബ് ചെയ്ത് വണ്ടി ഇങ്ങനെ കയറി പോകുമ്പോഴൊക്കെ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ അങ്ങ് കയറി പോകും. ആ ഒരു 36 ഡിഗ്രി വരുന്നതുകൊണ്ട് വണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടി ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കയറി പോകാനൊക്കെ ഉള്ള സഹായിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ആ ഒരു ആംഗിൾ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ സീറ്റിലേക്ക്. അതിനു മുമ്പ് നമ്മൾ ഡോർ പോക്കറ്റ്സ് കാണിച്ചില്ല. ഡോർ പോക്കറ്റ്സിലേക്ക് നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഒന്നും ബോട്ടിൽ അങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അവിടെ കോ ഡ്രൈവറിന് ഇരിക്കുമ്പോൾ അവിടെ നമുക്ക് കൈ വെക്കാനും ഒക്കെ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് സീറ്റിൽ വരുമ്പോഴുള്ളത്. പിന്നെ നമുക്ക് ഈ ഹെഡ് ലാമ്പ് വാഷറിന്റെ സ്വിച്ചും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. യെസ്, ഇവിടാണ് നമുക്ക് ഇതേണ്ട ഹെഡ് ലാമ്പ് വാഷറിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ലൈറ്റിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക്കലി ഫോൾഡബിളും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറേഴ്സ് ആണ് വരുന്നത്. പിന്നെ പുഷ് സ്റ്റാർട്ട് ഇവിടെയാണ് വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വണ്ടിയിൽ ഫ്രണ്ടിലെ ഇന്റീരിയറിലെ കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് ഇനി നേരെ റിയർ സീറ്റിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ റിയർ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും പറയാനുള്ളത്. നോക്കിക്കേ, നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് ഇതിപ്പോ എന്റെ സീറ്റിംഗ് പൊസിഷനിലാണ് ഇപ്പൊ ഈ ഫ്രണ്ട് സീറ്റ് കിടക്കുന്നത്. എന്നിട്ടും നോക്കിക്കേ, ഇത്രയും സ്പേസ് വരുന്നുണ്ട്. നമുക്ക് മുട്ടിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഹെഡ് റൂം ഇത്രയും വരുന്നുണ്ട്. നല്ല ഒരു ഗ്ലാസ് വിൻഡോ സൈഡ് ഒക്കെ ആണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല പുറത്തോട്ടുള്ള വ്യൂ ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇവിടെ ഒരു ഐസോഫിക്സ് ഒക്കെ, കുട്ടികളുടെ ഈ ഐസോഫിക്സ് ഫിറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഈ ഹെഡ് റെസ്റ്റ് വരുന്നത്. 2 ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഇവിടെ 3 സീറ്റിംഗ് ഇച്ചിരി അല്ലെങ്കിൽ നല്ല മെലിഞ്ഞിട്ടുള്ളവർക്ക് ആയിരിക്കും. അല്ലാത്ത ഇപ്പൊ നോർമൽ സൈസ് ആയിട്ടുള്ള 2 പേർക്ക് ആണ് പ്രിഫറബിളി പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇവിടെ സെന്റർ ടണൽ വരുന്നതുകൊണ്ടും 2 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പിന്നെ ചെറിയ പിള്ളേരൊക്കെ കുട്ടികളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് 3 പേർക്ക് ഇവിടെ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന്റെ ബാക്കിൽ നമുക്ക് പവർ വിൻഡോ സ്വിച്ചസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ വെക്കാം, ഇവിടെയും വെക്കാം ബോട്ടിൽസ്. ആ രീതിയിലാണ് ഇവിടെ ഫയല് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലാണ്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നമുക്കൊരു റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. യെസ്, ഇത്രയാണ് നമുക്ക് ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. എല്ലാ വണ്ടിയിലും വരുന്ന പോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. ഇത്രയാണ് റിയറിൽ നമുക്ക് പറയാനുള്ളത്. വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ബാക്ക് സീറ്റിൽ ഇരിക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെ കണ്ടാൽ മനസ്സിലാകുന്നില്ല. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എയർ ബാഗിന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, സേഫ്റ്റി ഫീച്ചറിന്റെ കാര്യമൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞില്ല. എങ്കിലും എന്നിരുന്നാലും ഒന്നുകൂടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബേസ് വേരിയന്റ് ആയ തൊട്ട് താഴെയുള്ള വേരിയന്റിൽ പോലും 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള സേഫ്റ്റി കാര്യങ്ങളിലൊന്നും ഇവരൊരു കോംപ്രമൈസും മാരുതി സുസുക്കി അങ്ങനെ ചെയ്തിട്ടില്ല. പക്ക സേഫ്റ്റി വെഹിക്കിൾ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ലാഡർ ഓൺ ഫ്രെയിം ഷാസിസ് ആണ് ഈ വെഹിക്കിൾ. ഇനി നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഡ്രൈവ് വീഡിയോയിലേക്ക് എങ്ങനെയുണ്ട് വണ്ടി പെർഫോം ചെയ്യുന്നത്, നമ്മുടെ സിറ്റി ഡ്രൈവിലൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതും ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ചെയ്യാം. കാരണം ഒരുപാട് ഓഫ് റോഡിങ് വീഡിയോസ് ഒക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലോ. എങ്കിലും നമുക്ക് ഓൺ റോഡ് പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജിമിനിയുടെ നോക്കാം. നമുക്ക് ഡ്രൈവ് വീഡിയോയിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളുമാണ്. 1.5 ലിറ്റർ ആണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. അതിൽ വന്നിട്ട് 105 PS പവറും 135 Nm ടോർക്കുമാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പവർ ഡെലിവറിയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഒരു പവർ റേഷ്യോ നമുക്ക് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. കാരണം വണ്ടി റോഡിൽ കൊടുക്കുമ്പോഴൊക്കെ നല്ല റെസ്പോൺസീവ് ആണ് എഞ്ചിന്. പിന്നെ ലാഗോ കാര്യങ്ങളോ വരുന്നില്ല. ഇതിപ്പോ നമുക്ക് വരുന്നത് 4 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ ഞാനിപ്പോ ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിള് ഇതിലൊരു മാനുവൽ ഗിയർ ബോക്സ് വരുന്നുണ്ട്. അത് വന്നിട്ട് 5 സ്പീഡ്
മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഈ 4 സ്പീഡ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് നല്ല റെസ്പോൺസീവ് ആണ്, ഒട്ടും തന്നെ ലാഗ് ഇല്ല. അത് ഇപ്പം ചിലരൊക്കെ ഇങ്ങനെ ജിമ്മിനെ പറ്റി പറയുന്നുണ്ട്, അണ്ടർ പവർ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ കാര്യം മാറ്റി പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റെസ്പോൺസീവ് ആണ്. ഞാനിപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതിന്റെ ഒരു റെസ്പോൺസീവ് ഫാക്ടർ ആണ്. നല്ല വണ്ടി നല്ല റെസ്പോൺസീവ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ഒരു ലാഗോ കാര്യം ഗിയർ ഓരോന്ന് ഷിഫ്റ്റ് ആവാൻ ഒരു ലാഗോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കിതുവരെ ഫീൽ ചെയ്യില്ല. കാരണം ഞാനിപ്പോ ത്രൂ ഔട്ട് ഇപ്പം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് ഷോറൂമിൽ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ഇത്രയും ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴൊക്കെ നമുക്ക് ആ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതിന്റെ വണ്ടിയുടെ സസ്പെൻഷനെ പറ്റിയാണ്. സസ്പെൻഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 3 ലിങ്ക് റിജിഡ് ആക്സിൽ സസ്പെൻഷൻ വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു സെറ്റപ്പ് വരുന്നതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ് വണ്ടി തരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കട്ടറിന് അത്യാവശ്യം നല്ല കട്ടറുകളൊക്കെ ചാടിയിട്ട് പോലും നമുക്ക് അകത്തേക്ക് അതിന്റെ ഒരു ഷോക്കൊന്നും നമുക്ക് കിട്ടുന്നില്ല. നല്ല സസ്പെൻഷൻ സിസ്റ്റം ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല കംഫർട്ടബിൾ ആണ് വണ്ടി. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പവറിന്റെ കാര്യം ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് മൈലേജ് വന്നിട്ട് എനിക്കിപ്പം ഞാനിപ്പോ ഇത്രയും അവിടുന്ന് ഡ്രൈവ് ചെയ്ത് വന്നിട്ടൊക്കെ എനിക്കൊരു 13.5 ഒക്കെ എനിക്ക് ആവറേജ് ഇതിൽ ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. 13.5 ഞാൻ അത്യാവശ്യം സിറ്റിയിലും ഒക്കെ കവർ ചെയ്താ വന്നത്. അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ആ ഒരു മൈലേജ് കാണിച്ചു. അപ്പം ഹൈവേയിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 14-15 ആ റേഞ്ച് ഒക്കെ എന്തായാലും മൈലേജ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം നമ്മള് ഡിപ്പെൻസ് ആണ്, നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ മൈലേജും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു പക്ക ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കോമ്പാക്ട്നെസ് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഈ ഒരു സിറ്റി ട്രാഫിക്കിലൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു മെനക്കെട്ട പരിപാടിയാണ് പറയാം. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കോമ്പാക്ട്നെസ് കൊണ്ട് നമുക്ക് എവിടെയും പെട്ടെന്ന് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്യാനോ അല്ലെ എടുത്തിട്ട് പോകാനോ ഒക്കെ എളുപ്പമാണ്. ട്രാഫിക് സിറ്റിയിലെ ട്രാഫിക്കുകളിലൊക്കെ ആണെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകാനൊക്കെ നല്ല മാനേവറബിലിറ്റി ആണ് വണ്ടിക്ക് വരുന്നത്. ആ ഒരു കാര്യം കോമ്പാക്ട്നെസ് കൊണ്ടൊക്കെ നമുക്ക് നല്ല ആ ഒരു കോമ്പാക്ട്നെസ് നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് വരുന്നത്. അത്രയും കാര്യങ്ങൾ. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞത് ഇതിന്റെ ഒരു കമാൻഡിങ് പൊസിഷൻ, കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ ആണ് ഇതിന് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കമാൻഡിങ് SUV എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ ഇല്ലെങ്കിൽ പിന്നെ SUV എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം അത്ര ഒരു നല്ലൊരു നമുക്ക് റോഡിലേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതൊരു ഈ SUV ഓടിക്കുന്നവർക്കും അറിയാമായിരിക്കുമല്ലോ ഈ കമാൻഡിങ് പൊസിഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു വ്യൂ റോഡ് വ്യൂ നമുക്ക് നല്ല എല്ലാം ആ ഒരു എൻഡ് വരെ കാണാം. പിന്നെ ഈ ബോണറ്റ് നമുക്ക് കാണാം, ആ ബോണറ്റ് കണ്ട് നമുക്ക് ഓടിക്കാം. അങ്ങനെയുള്ള ഒരു പ്രത്യേകതകളാണ് ഈ കമാൻഡിങ് പൊസിഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. 4 വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണ്. ശരിക്കും പറഞ്ഞ ഈ ഒരു 2-in-1 പാക്കേജ് ആണ്. കാരണം നമുക്കൊരു ടൈം ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആയിട്ട് കൊണ്ട് നടക്കുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നമുക്കൊരു സൺഡേ വീക്കെൻഡുകളിലൊക്കെ ഒരു ഓഫ് റോഡിങ് എവിടെയെങ്കിലുമൊക്കെ ഓഫ് റോഡ് ഡ്രൈവ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ ബിൽഡ് ക്വാളിറ്റി മാരുതിയുടെ കാര്യത്തിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ വണ്ടി എസ്പെഷ്യലി നമ്മൾ ഇത് പറയേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് നോയ്സ് ഒരു രീതിയിലും അകത്തേക്ക് വരുന്നില്ല നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈവൻ ഒരു കട്ടറിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ആ സസ്പെൻഷന്റെ ഒരു പ്രത്യേകത കൊണ്ടും അകത്തേക്ക് അതൊരു നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് നമുക്ക് വണ്ടി ഒരു തിരിച്ചൊരു റെസ്പോൺസ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഡ്രൈവിൽ നിന്ന് പറയാനുള്ളത്. യെസ്, നമ്മുടെ ഇന്നത്തെ ജിംനിയുടെ റിവ്യൂ വീഡിയോ നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തേക്കുന്നത്. വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളുമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ എന്തായാലും ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നിങ്ങൾ ഈ സെഗ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ജിംനി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. വണ്ടി ജസ്റ്റ് നമ്മൾ കണ്ടിട്ട് ഒരു ഔട്ട്സൈഡ് ലുക്ക് മാത്രം കണ്ടിട്ട് നമ്മൾ ആ വണ്ടി വിലയിരുത്താതെ നമ്മൾ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പവർ ഇല്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നലും കാര്യങ്ങളും ഒക്കെ മാറ്റി കിട്ടും. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളി വെഹിക്കിളാണ് ജിംനി. മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഈ ഒരു സെഗ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടെസ്റ്റ് ഡ്രൈവ് വേണം. നമുക്കിന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്
നമ്മുടെ പാലാരിവട്ടം EMCയുടെ ഓപ്പോസിറ്റ് ഉള്ള പോപ്പുലർ നെക്സ ഷോറൂം ആണ്. അവിടെ ഹൈക്കസ് എന്ന് പറയുന്ന റൂറൽ റിലേഷൻഷിപ്പ് മാനേജർ ആയിട്ടുള്ള ഹൈക്കസ് ആണ് നമുക്ക് ഈ വെഹിക്കിള് പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂട്ടുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ നിങ്ങൾക്ക് ഈ കേരളത്തിൽ എവിടെ ആണെങ്കിലും ഇവര് പോപ്പുലർ നെക്സ വെഹിക്കിൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ ഹൈക്കസിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഷോറൂം ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് അടുത്തടുത്ത വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പൊ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.